2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മയിലൂരിൽ കോൺഗ്രസ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. മയിലൂർ MLP സ്കൂളിൽ ഹാളിൽ നടന്ന മയിലൂരിൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം മാത്യു കൊയൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ പാർട്ടിക്ക് ഏറ്റവും അനിവാര്യമായ സമയമാണ് ഈ വരുന്ന ഒക്ടോബർ. കാരണം രണ്ടാം തുടർഭരണം കിട്ടിയതിൻ്റെ വലിയ ഒരു ആവേശവും അതിൽ നിന്നും അവർ ആർജിച്ച സംഘടനാപരവും സാമ്പത്തികവുമായ ശക്തി CPM-ന് എന്തുകൊണ്ടും മുൻപെട്ടിരിക്കേണ്ടി വന്ന സ്വാഭാവികമായ ദൗർബല്യവും സ്വാഭാവികമായ ക്ഷീണവും കോൺഗ്രസിന് അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും, നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ താഴെ പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാവരും പാർട്ടിക്ക് വേണ്ടി ഒരു എക്സ്ട്രാ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സജീർ വലിയകാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ, ബാബു എലിയാസ്, പഞ്ചായത്ത് അംഗങ്ങളായ KK ഹുസൈൻ, MS ബെന്നി, മണ്ഡലം പ്രസിഡന്റ് ഷാജി വർഗീസ്, ബ്ലോക്ക് സെക്രട്ടറി ഹാൻസി പോൾ, ജില്ലാ കമ്മിറ്റി അംഗം PS നജീബ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അരുൺ അയ്യപ്പൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റഫീഖ് ഒഴുകേൽ, INTUC മണ്ഡലം സെക്രട്ടറി കമർ ആക്കട, ഷിജു KL, PK അബ്ദുൾ റഹിമാൻ, PV വർഗീസ്, നസീബ് പടിക്കാമറ്റം തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർ, ഹരിതസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, പ്രവാസികൾ, റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ, എഴുത്തുകാർ, 50 വർഷം പിന്നിട്ട ദമ്പതികൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. മരണപ്പെട്ട മുൻ പഞ്ചായത്ത് അംഗം CK അബ്ദുൽ നൂർ, INTCUC സെക്രട്ടറി KA ഹനീഫ, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷാജി മാത്യു എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു. ഷാർജ ഇന്ത്യൻ സ്കൂൾ മോറൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഫെബീന റഷീദ്, റിട്ടയർ ഹോമിയോ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സാഹിബ് തുടങ്ങിയവർ ആദരവിന് നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.